ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് എണ്ണയൊന്നുമില്ലാതെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല പോലെ വഴന്ന് വന്നാൽ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മസാല പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. മസാലപ്പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് 2-3 മിനിറ്റ് നല്ല പോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് കേട്ടോ. എല്ലില്ലാത്ത കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും ചിക്കൻ നല്ല പോലെ വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ ചെറിയ കട്ട പോലെ ഉണ്ടാവും. അത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മാവിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയൊരു സ്പൂണ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തുന്ന രീതിയിൽ ഇതുപോലെ നമ്മുടെ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കില്ല ആ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ നേരം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ആദ്യം തന്നെ മാവ് ഉണ്ടാക്കി വെച്ചിട്ട് ഫില്ലിങ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് അരമണിക്കൂറോളം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത്ര ബോൾസ് ഉണ്ടാക്കിയിട്ട് പരത്തിയെടുക്കാം. ഞാനിവിടെ 4 ബോൾസാണ് കേട്ടോ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് വലിയ ചപ്പാത്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബോൾസ് റെഡിയാക്കാം. കണ്ട ഈ വലുപ്പത്തിൽ ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചീസിൻ്റെ സ്ലൈസ് ആണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ 4 സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നാലേ നമ്മുടെ സ്നാക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ മുകളിലും ഇതുപോലെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ മാവൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും ഉള്ളിലുള്ള ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഏകദേശം ഒരു 5 മിനിറ്റോളം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചപ്പോഴേക്കും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറംഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്